കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടേ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോയുടെ ഉള്ളടക്കം ഒരു കണ്ണൂർ തലശ്ശേരി സ്വദേശിയിലെ ലിബിയ എന്ന് പറയുന്ന, ലിബിയ എന്നാണെന്ന് തോന്നുന്നു പേര്, ലിബിയ എന്ന് പറയുന്ന സ്ത്രീയുടെ ചെവിക്കകത്ത് പാമ്പ് കയറി തലഭാഗമാണ് പുറത്ത് കാണിക്കുന്നത്. അപ്പോൾ ഒരെണ്ണത്തിനകത്ത് വാല് പുറത്ത് കാണിക്കുന്നതായിട്ടുണ്ട്. അന്നേരം എനിക്കത് കണ്ടപ്പം തോന്നിയത് ചെവിക്കകത്തൂടെ കയറിയിട്ട് ഒരു ചെവിക്കകത്തൂടെ കയറി മറ്റൊരു ചെവിക്കകത്തൂടെ ഇറങ്ങിയതാണോ എന്ന് തോന്നി. ഇത് സത്യം പറഞ്ഞാൽ ഇത് കണ്ട പാടെ കാണാത്ത പാടെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. എന്നിട്ട് നമുക്കും വീഡിയോ വാട്സപ്പിലൊക്കെ വന്നു, തേ കണ്ടോ ഒരു സ്ത്രീയുടെ ചെവിക്കകത്ത് പാമ്പ് കയറി എന്ന്. അത് പിന്നെ എടുക്കുന്നതൊക്കെയാണ് പറയുന്നത്. എന്താ പറയണ്ടേന്ന് അറിയാൻ വയ്യ. കാരണം ഇതിങ്ങനെ ഒരു മനുഷ്യൻ്റെ ചെവിക്കകത്തൂടെ പാമ്പ് കയറി ഇറങ്ങി, എന്നിട്ട് ഇവർ വളരെയധികം കൂളായിട്ട് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞാലേ ഇത് വിശ്വസിക്കുന്നൊരു പൊട്ടന്മാരായിരിക്കണം അല്ലേ. നമ്മുടെ ചെവിക്കകത്ത് ഒരു ഉറുമ്പ് കയറിയാൽ നമുക്കറിയാവുന്ന കാര്യം, പിന്നെ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം ആ സമയത്ത് ഒരു പാമ്പൊക്കെ കയറിപ്പോയി അതിങ്ങനെ, അതും പ്രത്യേകിച്ച് തല വെച്ചല്ലേ നമ്മൾ അങ്ങോട്ട് ഉള്ളിലോട്ട് കയറുന്നത്. ഇത് റിവേഴ്സ് കയറിയോ നമുക്കറിയാൻ വയ്യ. തലഭാഗം പുറത്തും ഇട്ട് നിൽക്കുന്ന, രണ്ടാമത്തേതിനകത്ത് വാൽഭാഗം പുറത്ത്. ഈ വീഡിയോകൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കും. കുറച്ച് നാൾ മുമ്പും ഇങ്ങനെയുള്ള വീഡിയോകൾ പ്രചരിക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പം കണ്ണൂർ തലശ്ശേരി എന്ന് പറയുമ്പം കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് വേറെ ഏതെങ്കിലും സ്ഥലത്തിൻ്റെ പേര് വെച്ചായിരിക്കും പ്രചരിക്കുന്നത്. അങ്ങനെ ഇതായിട്ടുണ്ടാക്കുന്ന ഒന്നുകിൽ ഒരു ചത്ത പാമ്പിൻ്റെ തലയും വാലും ഒക്കെ മുറിച്ച് രണ്ട് ഭാഗവും ഉള്ളിലേക്ക് തള്ളിക്കയറ്റി വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്ത ഒരു ഫേക്ക് വീഡിയോ ആകാനാണ് സാധ്യത. അതുപോലെ വേറെ ഒരു കാര്യം ശ്രദ്ധിച്ചു, ഈ യുവതിയുടെ മുഖം വ്യക്തമായി കാണിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം വ്യക്തമായി കാണിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ അറിയും, അവരുടെ നാട്ടുകാരറിയും, ഈ വീട്ടുകാരറിയും, അയൽവാസികളറിയും. അപ്പോൾ അവരൊക്കെ തന്നെ ഇത് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യും, വെട്ടിയിലും തട്ടിയിലുമായിട്ട്. ഇത് എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഏറ്റവും കൂടുതൽ ഷെയർ കിട്ടാനാ, അല്ലെങ്കിൽ വ്യൂസ് കിട്ടാനാ? ഇങ്ങനെയൊക്കെ ഏതെങ്കിലും കാരണവശാൽ പിടിക്കപ്പെടുമെന്ന് 100% ഉറപ്പല്ലേ. ഏതായാലും ഇങ്ങനെയുള്ള, സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇത് ഫേക്കായിട്ട് ഉണ്ടാക്കുന്നവനെയൊക്കെ സത്യം പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യണം. ഇതിനൊക്കെ തക്കതായ ശിക്ഷയും കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇതൊന്നും ആവർത്തിക്കാതിരിക്കത്തുള്ളൂ. നമ്മൾ പലപ്പോഴും പല വീഡിയോകളും കണ്ട് തെറ്റിദ്ധരിക്കാറുണ്ട്, പലതും കണ്ട് നമ്മൾ ഷെയർ ചെയ്യാറുമുണ്ട്. തോന്നുന്നു ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചായിരിക്കാം അല്ലേ. ഞാൻ ഈയിടെ വേറെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു കുട്ടിക്ക് രക്തം വേണം എന്ന് പറയാൻ. അത് 2025 ഇട്ടേക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ അന്ന് രക്തം വേണ്ടത് 2002 അതിനുശേഷം ഇത്രയും നാളും ഇത് കണ്ട പാടെ കാണാത്ത പാടെ ആരാണ് ഷെയർ ചെയ്തതാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ആ കുഞ്ഞിൻ്റെ വീഡിയോയുമായിട്ട് ഇങ്ങനെ, അപ്പം പിന്നെ തിരക്കിയപ്പോഴാണ് അറിയാൻ പറ്റിയത് ഈ കുഞ്ഞൊക്കെ വളർന്നു, ഇപ്പം അതിനൊരു കുഞ്ഞുണ്ട്, ഈ പ്രായത്തിലുള്ളൊരു കുഞ്ഞുണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത്. അപ്പം നമ്മൾ ഈ ഡേറ്റും എന്തൊന്നും നോക്കാതെ അങ്ങ് പെട്ടെന്ന് ഏതെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് ഷെയർ ചെയ്യുക ചെയ്യുന്നത്. ഇതുണ്ടാക്കുന്നവരെ സംബന്ധിച്ച് അവർക്കൊരു ഹരമാണ്. ഷെയർ ചെയ്യുക, ഒത്തിരി ആൾക്കാർ കാണുക എന്നൊക്കെ പറയുന്ന ഒരു ഹരമാണ്. അതിനുവേണ്ടി ഇവരുണ്ടാക്കുന്നതെന്ന് അത് നമ്മൾ സ്വയം കബളിപ്പിക്കപ്പെടുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഫേക്കായിട്ട് ഒത്തിരി വീഡിയോകൾ ഇറങ്ങുന്നുണ്ട്. ഇത് നമ്മളെ ആരം പിടിപ്പിക്കുക, കാണുന്നവരെ ആരം പിടിപ്പിക്കുക, കാണുന്നവർക്കൊരു ഭയങ്കര ഇതാണ്. അതുപോലെ പലരും പറഞ്ഞു, കണ്ടോ ചെവിക്കകത്തൂടെ പാമ്പ്. ഇവനൊന്നും മൂളയില്ലെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം ചെവിക്കകത്തൂടെ, സ്ത്രീയുടെ ചെവിക്കകത്തൂടെ പാമ്പൊക്കെ കയറി ഇറങ്ങാൻ പറ്റുമോ എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അതുമല്ല, ഇതിൻ്റെ തല മാത്രം പുറത്ത് എന്നുള്ളതാണ്, ബാക്കി വാലുൾപ്പെടെയുള്ളത് അകത്താണെന്നുള്ള രീതിയിൽ ധ്വനിപ്പിക്കുമാറല്ലേ ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോ ഫേക്കായിട്ടുണ്ടാക്കുന്നു. ഇതൊക്കെ കാണാനും ഷെയർ ചെയ്യാനും ഒക്കെ കുറച്ച് ആൾക്കാർ തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഞാനിത് പറഞ്ഞില്ലേ, ഇപ്പം നീക്കുന്നു, അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പം ഇത് വേറെ ഏതെങ്കിലും സ്ഥലത്ത് സംഭവിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇവർ തന്നെ അടിച്ചു തുറക്കും. ഇത് തന്നെയാണ് സംഭവം നടക്കുന്നത്.
അതുകൊണ്ട് എല്ലാം കാണുന്നതെല്ലാം എടുത്ത് ഷെയർ ചെയ്യാനോ വിശ്വസിക്കാനോ ഒന്നും നമ്മൾ ശ്രമിക്കരുത്. ഇതിൻ്റെ സത്യാവസ്ഥ ഒന്ന് മനസ്സിലാക്കുകയും അല്പം നമ്മൾ ചിന്തിച്ചാൽ ഈ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോയുടെ പിന്നാമ്പുറ കഥകൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമുള്ളൂ. ഒന്ന് ചിന്തിക്കുക, ചിന്തിച്ചതിന് ശേഷം ഷെയർ ചെയ്യുക. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന കാര്യമാണെങ്കിൽ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ വിട്ടുകളയുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.